ഇപ്പോൾ നമ്മളിവിടെ ചിക്കൻ റോളാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആദ്യമായിട്ട് ഒന്ന് വഴറ്റി ശേഷം വലിയുള്ളി ഇട്ടു ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് പിന്നെ അധികം വഴണ്ട് വരണ്ട, ഒന്ന് കടിക്കാനുള്ള ഒരു രൂപത്തിൽ. അതെ, കൂടുതൽ കറിക്കൊക്കെ ചെയ്യുന്നത് പോലെ വഴന്ന് വരേണ്ട ആവശ്യമില്ല. നമുക്കൊരു മസാല അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ചിക്കൻ മസാലയോ ഗരം മസാലയ്ക്ക് പകരം ഇനി ബീഫ് മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു മസാല തയ്യാറാക്കുക. ഇത് നമ്മുടെ റെസിപ്പിയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. അതിനുശേഷം ചിക്കന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചത് മിക്സിയിൽ അടിച്ച് എടുത്തതാണ്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഈ ഒരു ഉള്ളിയുമായി ചേർത്തു. പിന്നെ ചപ്പ്, കറിവേപ്പില രണ്ടും ആഡ് ചെയ്തു, ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിനുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള റോള് തയ്യാറാക്കാനുള്ള മാവ് തയ്യാറാക്കുകയാണ്. അല്പം മൈദ എടുത്തു, ഒരു നുള്ളു ഉപ്പും ഇട്ട് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. നല്ലോണം അത് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കൈമേൽ ഒട്ടി പിടിക്കില്ല. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം പരുവത്തിലായിട്ടുണ്ട്. ശേഷം ഇതേ രൂപത്തിൽ ചെറിയ ബോളുകളാക്കി എടുക്കുക. അതായത് നമ്മുടെ ഒരു ചിക്കൻ റോളിനുള്ള ഒരു മാവിൻ്റെ അളവാണ് ഒരു ചെറിയ ബോൾ. നമ്മുടെ പത്തിരിയൊക്കെ പരത്തുന്ന ഇതേ രൂപത്തിൽ തന്നെ നമ്മളെ പത്തിരി പരത്തുന്ന മെഷീനിൽ ഒരു ബോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റോളിന് വേണ്ടിയിട്ടുള്ള ഒരു തോല് തയ്യാറാക്കി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല, ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ചിക്കൻ്റെതോ അല്ലെങ്കിൽ ബീഫോ ഫിഷിലൊക്കെ ഉണ്ടാക്കാൻ കഴിയും വെറൈറ്റി ആയിട്ട്. ഇപ്പോൾ നമ്മളിവിടെ ചിക്കൻ റോളാണ് തയ്യാറാക്കിയത്. ഇതേ രൂപത്തിൽ മസാല വെക്കുക. ശേഷം ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിനെ റോള് രൂപത്തിൽ റൗണ്ട് ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ റോളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അനുസരിച്ച് എടുക്കാം. ഇതിനൊരു പ്രത്യേക അളവിൻ്റെ ഒരു ബിരിയാണി ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അളവിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മാവാണെങ്കിലും അല്ലെങ്കിൽ മസാലയാണെങ്കിലും ഉണ്ടാക്കുക. നമ്മുടെ എത്ര എണ്ണം വേണം എന്നുള്ള ഒരു കണക്കനുസരിച്ച്. ശേഷം നമ്മുടെ മുട്ടയുടെ വെള്ള ഇതേ രൂപത്തിൽ എടുത്തു വെച്ചതുണ്ട്. ആ ഒരു വെള്ളയിലേക്ക് നമ്മൾ ആക്കി വെച്ച ഈ ഒരു ചിക്കൻ റോളിനെ മുക്കിയതിന് ശേഷം പൊടിച്ചു വെച്ച ബ്രെഡിലേക്കൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇതേ രൂപത്തിൽ എല്ലാം നമ്മൾ ചെയ്തു വെച്ചതെല്ലാം ഈ ഒരു എഗ് വൈറ്റിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിച്ചു വെച്ച പൊടിയിലേക്കൊന്ന് മിക്സ് ചെയ്തു എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവസാന ഘട്ടം എന്ന് പറയുന്നത് ഇത് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കൂടുതൽ ഓവറാകരുത് തീ. അതേ രൂപത്തിൽ തന്നെ ഈ ഒരു ചിക്കൻ റോൾ നമ്മൾ ഓയിലേക്ക് ഇട്ടാൽ അപ്പം തന്നെ ഇത് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടണം. ഇനി അല്ലാത്ത പക്ഷം ഒരു ഭാഗം തന്നെയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയാൽ കൂടുതൽ വേവാനൊന്നുമില്ല, മസാല ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മൈദമാവ് വെന്ത് കിട്ടണമെങ്കിൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ച് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ കൂടുതൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മറ്റൊന്നും ഇതിൽ നോക്കാനില്ല. പിന്നെ നമ്മുടെ മസാലയുടെ പെർഫെക്റ്റ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ റോള് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ കുക്കിങ്ങും അതല്ലാത്തതുമായ വീഡിയോകളുമായിട്ട് വീണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു SN Media 1 യൂട്യൂബ് ചാനലിലൂടെ ഇതേ രൂപത്തിലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.